ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, വലിയ നിലവാരത്തിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ ഉറച്ച തീരുമാനം എടുത്താൽ മാത്രം വരിക. വന്നാൽ അത് 6 മാസമാണോ 1 വർഷമാണോ എത്രയാണോ നിൽക്കുക, ഡെവലപ്പ് ചെയ്യുക, പഠിക്കുക, ചെയ്ത് അങ്ങനെ വരണം. അങ്ങനെ വന്നാൽ അവർ 50 ലക്ഷം 1 കോടി വീടും സാധനങ്ങളൊക്കെ നേടും. ഒരുപാട് പേര് നേടിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സവിതാ നിൽക്കുന്നു, സ്വപ്ന എവിടെ നിൽക്കുന്നു, കോഴിക്കോടല്ലേ നിൽക്കുന്നു. ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചാണ്. എന്റെ അണ്ടറിൽ എത്ര പേരുണ്ട്? 60,000 പേരാണ് അണ്ടറിൽ. എന്റെ ലക്ഷണം എന്നാ ജയിക്കും? അമ്മാരി ആൾക്കാരാണ്. ഇഷ്ടം പോലെ ഇങ്ങാണ് വരുന്നത്. സ്ത്രീയാണ് കണ്ടുപിടിക്കുന്നത്. 13ാം റാങ്ക്. 8ാം ക്ലാസ്സും ഗുസ്തിയല്ല, ഗുസ്തിയില്ല. എന്റെ കാര്യം ഗുസ്തിയില്ല, 8ാം ക്ലാസ്സും ബിസിനസ്സുമാണ്. സാറേ ഒരു കാര്യം, ജെൻസ് ആയിട്ട് ഇവിടെ ജെൻസ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇപ്പോഴും അഭിമാന പ്രശ്നം. ഇവിടെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജിക്കാർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ വലിയ ഒരു അപരാധം ചെയ്ത പോലെ. നല്ല കാര്യങ്ങളൊക്കെ വലുതായി വരുമ്പോ അതിന് പാരവെക്കും കളിയാക്കാനും അത് വേണം. അതിന്റെ തെളിവ് ഒരു ഗുണവും ഗതിയില്ലാതെ ഒന്നും ഒരു അഡ്രസ് ഇല്ലാത്തവരാരും പോയാലും ആരും മൈൻഡ് ചെയ്യില്ല. ഇച്ചിരി ഡെവലപ്മെന്റ് വരുമ്പോ ഇതൊരു ഭീഷണിയാവുമ്പോ മറ്റുള്ളവർക്ക്, അല്ലെ ഇതിലൊരു ഗുണങ്ങൾ ഉണ്ടാവുമ്പോ അസൂയ ഉണ്ടാവും. ആ അസൂയാണ് വളർച്ചയുടെ ലക്ഷണമാണ്. നമുക്കെതിരെ ശത്രുക്കൾ ഉണ്ടാവണം, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവണം, പരദൂഷണം ഉണ്ടാവണം, നെഗറ്റീവ് മീഡിയ ഉണ്ടാവണം. ഈ വക സാധനങ്ങൾ വരുമ്പോ ഉറപ്പിച്ചോ ആരൊക്കെയോ പേടിക്കുന്നു. ഇവിടെ എന്തോ ഗുണങ്ങളുണ്ട് അവിടെ ഇല്ലാത്തത്. അതുകൊണ്ട് അവിടുന്ന് ചോർന്ന് ഇങ്ങോട്ട് വരുമോ, ലീഡേഴ്സ് വരുമോ, അണികൾ ഇങ്ങോട്ട് വരുമോ, വന്നുകൊണ്ടിരിക്കുമ്പോ അതാണ് സൈസ്. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ടെൻഷൻ അടിച്ചോ, കമ്പനിയുടെ ഗതി താഴോട്ടാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചങ്കുറ്റമുള്ളവർക്ക് മാത്രം കടന്നു വരാവുന്ന പ്രസ്ഥാനമാണ് വിജി കാർഡ്. തുമ്യത്തെറിച്ച് പോകുന്നവരൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുക. വിജി കാർഡ് ഉദ്ഘാടനം ചെയ്യാൻ കോച്ചേറ്റിയാണ്. വിജി കാർഡ്